ഈ ദൈവാധീനം ഇപ്പോൾ നമുക്ക് കുറവാണെന്ന് അറിയുമ്പോൾ ദൈവാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ദൈവാധീനം എന്ന് പറയുന്നത് പലതരത്തിലാണ് തീരുമാനിക്കുക. പ്രധാനമായിട്ട് നമ്മൾ വ്യാഴത്തിനെ കൊണ്ടാണ് ദൈവാധീനം ചിന്തിക്കുന്നത്. വ്യാഴം 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്ന ജാതകമാണെങ്കിൽ ആൾക്ക് ദൈവാധീനം ഇല്ല എന്ന് പറയും. 6ാം ഭാവത്തിലാണെങ്കിൽ അത് അവർക്ക് രോഗങ്ങൾ ആയിട്ടും അതേപോലെ തന്നെ ശത്രുക്കളായിട്ടും ഒക്കെ ഉപദ്രവം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, അതിനെ തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അതുണ്ടാകും. 8ാം ഭാവം എന്ന് പറയുകയാണെങ്കിൽ ശാപങ്ങൾ തന്നെ കാരണമാകാം. 6ാം ഭാവം അനിഷ്ടമാണ് എങ്കിൽ 8ാം ഭാവം ശാപം തന്നെയായിട്ട് മാറാം. കഴിഞ്ഞ ജന്മത്തിൽ നമുക്കുണ്ടായിരുന്ന ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മം 8ാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറയുന്നത്. ശാപത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എളുപ്പം മാറ്റാൻ കഴിയില്ല. അത് കുറേയൊക്കെ അനുഭവിച്ച് തന്നെ തീർത്തേ പറ്റൂ. പിന്നെ 12ാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ അതും കോപം തന്നെ കാണിക്കുന്നതാണ്. ആ കോപം കാണിക്കുമ്പോൾ തന്നെ അതിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ 12ാം ഭാവത്തിൽ വരുന്ന വ്യാഴം വരുന്നതിൻ്റെ ആ കോപം മാറ്റാനായിട്ട് ദാനാദികൾ കൊണ്ട് സാധിക്കും. അന്നദാനം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. 12ാം ഭാവത്തിൽ വരാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ കടം മേടിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അത് ഈ തവണ കൊടുത്തു വീട്ടണം. കഴിഞ്ഞ ജന്മത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ജന്മം. അങ്ങനെ വരുമ്പോൾ ദൈവാധീനത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ജന്മത്തിൻ്റെ കടം വീട്ടണം. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ഓരോ കടവുമായിട്ടാണ് ജനിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിരുന്ന കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ അത് ദോഷമായിട്ട് ഈ ജന്മത്തിൽ നിൽക്കും. ആ ദോഷങ്ങൾ മാറ്റണം, എന്നാലേ ദൈവാധീനം ഉണ്ടാവുള്ളൂ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.